നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ ഇസ്ലാമിൻ്റെ വളർച്ചയിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴും കേരളത്തിൽ ചരിത്രത്തിൽ ബിദഈ ആശയക്കാർ പോലും കേരളത്തിൻ്റെ ഇസ്ലാമിക പൈതൃക ചരിത്രത്തെക്കുറിച്ച് പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ, ലേഖനങ്ങൾ എഴുതുമ്പോൾ അവർക്ക് നിർബന്ധമായും പരാമർശിക്കേണ്ടി വരുന്ന നാമങ്ങളാണ് പൊന്നാനി മഖ്ദൂമുമാർ. പൊന്നാനി മഖ്ദൂമുമാരുടെ ചരിത്രം പഠിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. മലയാളിയായ സൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾ ഒന്നാമനും രണ്ടാമനും അവരുടെ പരമ്പരയിൽ വന്ന മറ്റുള്ളവരും അവരുടെ പൊന്നാനിയിലെ ദർസിലേക്ക് മൊറോക്കോയിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്, അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് പഠിതാക്കൾ മതവിദ്യ നേടാൻ വേണ്ടി കപ്പൽ മാർഗം കേരളത്തിൽ വന്നിരുന്നു. ഇവിടെ വന്ന് താമസിച്ച് പഠിച്ചിരുന്നു. മലബാറിലെ മക്ക എന്ന പൊന്നാനി എന്നറിയപ്പെട്ടത്. ഇതാർക്കാ അറിയാം? ഈ ചരിത്രങ്ങൾ പുതുതലമുറക്ക് നമ്മൾ പറഞ്ഞുകൊടുത്ത് അഭിമാന പുളകിതരാവേണ്ടവരാണ് നമ്മൾ. അതിന് പകരം നമ്മൾ അവരൊക്കെ വഴി പിഴച്ചവരും വഴി പിഴപ്പിച്ചവരും ശിർക്കിലേക്ക് കൊണ്ടുപോയവരുമായിരുന്നു എന്നാണ് പുതുതലമുറക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അഭിമാനത്തോടെ ലോകരുടെ മുമ്പിൽ, ലോക അറബ് രാജ്യങ്ങൾ പോലും പ്രതീക്ഷയോടെ നോക്കിക്കണ്ട ഒരു കേന്ദ്രമാണ് കേരളം, പൊന്നാനി, മലബാർ. ഇത് പുതുതലമുറക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നേരെ തിരിച്ചാ നമ്മൾ പറയുന്നത്. അതുപോലെ അതേ പൊന്നാനി മഖ്ദൂമുമാർ രചിച്ച ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത് അറേബ്യൻ പണ്ഡിതന്മാരാണ്. മലയാളിയായ ഒരു പണ്ഡിതന്റെ കർമ്മശാസ്ത്ര, ശാഫിഈ ഫിഖഹിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത് അറേബ്യൻ പണ്ഡിതന്മാരാണ്. മാത്രമല്ല, ഈ മലയാളിയായ പണ്ഡിതനെ ഈ അറേബ്യൻ പണ്ഡിതൻ വിളിക്കുന്നത് പോലും ഷെയ്ഖുന എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര അഭിമാനകരമായ അവസ്ഥയാണത്. ഈ രീതിയിലാണ് കേരളത്തിൽ ഔലിയാക്കളും ആരിഫീങ്ങളും ആലിമീങ്ങളും പ്രബോധനം നടത്തിയത്. കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് പുറം രാജ്യത്ത് നിന്ന് ഇസ്ലാമിനെ കടത്തിക്കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു കലർപ്പുമില്ലാത്ത പരിശുദ്ധമായ ദീൻ കടന്നു വന്ന കേന്ദ്രമാണ് കേരളം, മലബാർ. ഇന്ത്യയിൽ ആദ്യമായി ഇസ്ലാം എത്തിയ കേരളം, കൊടുങ്ങല്ലൂർ. കേരളത്തിന് ഒരിക്കലും വിദേശികളെ മാതൃകയാക്കേണ്ട കാര്യമില്ല. ഒരു ആഗോള വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ പിന്നാലെയും കേരളത്തിലുള്ള മലയാളികൾക്ക് പോവേണ്ട കാര്യമില്ല. കേരളത്തിൽ നിന്ന് ലഭിക്കാത്ത ഒരു മതവിദ്യാഭ്യാസവും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇതുവരെ വിതരണം ചെയ്യപ്പെട്ടിട്ടില്ല. അത് കേരളത്തിന്റെ പൈതൃകത്തെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ്. കേരളമല്ലേ വിജ്ഞാനത്തിന്റെ കേന്ദ്രം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അൽ ഈമാനു യമാനിയുൻ വൽ ഹിക്മതു യമാനിയത്തുൻ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിലേക്ക് വിജ്ഞാനം കടന്നു വന്ന വഴി എന്ന് പറയുന്നത് ഇൽമിന്റെ കേന്ദ്രം യമനിയാണെന്ന് പുണ്യപ്രവാചകർ പ്രഖ്യാപിച്ച യമനിലൂടെയാണ് കേരളത്തിലേക്ക് വിജ്ഞാനം കടന്നു വന്നത്, ഒറിജിനൽ വിജ്ഞാനം. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വൽ ഹിക്മതു യമാനിയ എന്ന് പറയാൻ കാരണം? യമാനിയയല്ലാത്ത ഹിക്മത്തുകൾക്കൊക്കെ ചെറിയ ചെറിയ വ്യതിചലനങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഉണ്ടായിട്ടുണ്ടല്ലോ. യമനി പൈതൃകത്തിലൂടെ കടന്നു വന്ന കേന്ദ്രങ്ങളിൽ ഉള്ളതിനേക്കാൾ വൈജ്ഞാനിക അപജയം സംഭവിച്ചതും ആദർശ വ്യതിയാനം സംഭവിച്ചതും മറ്റു പ്രദേശങ്ങളിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളുടെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവണം. അല്ലാഹു തആല ദായിമാക്കി തരട്ടെ. അപ്പൊ അതാണ് കേരളത്തിന്റെ ഒരു വൈജ്ഞാനിക പൈതൃകം എന്ന് പറയുന്നത്. ആ രീതിയിൽ കേരളത്തിൽ ഔലിയാക്കളിലൂടെ ആരിഫീങ്ങളിലൂടെ വളർന്നു വന്ന പരിശുദ്ധമായ ഒരു ആദർശമാണ് കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം.